പഴവും റവയും ഉണ്ടെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പഴം നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള ഈ പഴം നമുക്ക് ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പഴം നമുക്ക് ഈ നെയ്യിൽ ചേർത്ത് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 5 മിനിറ്റ് പഴം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. റവയും പഴവും ഒക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വരത്തക്ക രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറുകിയ തേങ്ങ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തിളപ്പിച്ച പാലോ തിളപ്പിക്കാത്ത പാലോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് റവ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റവ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നമുക്ക് റവയുമായിട്ട് നന്നായിട്ട് ചേർത്ത് ഈ ഒരു പരുവത്തിൽ കിട്ടുന്നവരേക്കും ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കയ്യിലൊന്ന് തൊടാൻ പറ്റുന്ന ചൂടിലാവുമ്പോഴത്തേക്കും നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറേശ്ശെ ആയിട്ടൊന്നെടുത്ത് ഉരുളകളാക്കി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് റെഡിയായി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.